രാജ്യത്ത് ഏറ്റവും അധികം വനിതകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അടക്കം അയച്ചിട്ടുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് വനിത തന്നെയായ മമതാ ബാനർജി. ആ മമതാ ബാനർജി പൂർണ്ണമായും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. പരാജയപ്പെട്ട ശേഷം ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന മുഖ്യമന്ത്രി അത് ഒരു പരിഹാസ്യമായ കാഴ്ചയാണ്. ഇന്നലെ സ്വാതന്ത്ര്യദിനമായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അർദ്ധരാത്രി കൽക്കത്തയിലെ തെരുവുകളിൽ കാണുന്നത് കൂനിക്കൂടി നടക്കുന്നൊരു വൃദ്ധ മുതൽ കൊച്ചു കുഞ്ഞു വരെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നടക്കുന്ന വലിയ ജനക്കൂട്ടം എന്ന് വെച്ചാൽ വലിയ ജനസഞ്ചയം. നമ്മൾ നിർഭയയുടെ സമയത്താണ് അങ്ങനെ മെഴുകുതിരിയുമായി നടന്നു നീങ്ങുന്ന വലിയ ജനക്കൂട്ടത്തെ കണ്ടിട്ടുള്ളത്. ആ രൂപത്തിലേക്ക് കൊൽക്കത്തയിലെ പ്രതിഷേധം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ആശുപത്രിക്ക് നേരെ നടന്ന പ്രതിഷേധം അത് 10,70,000 പേരുണ്ടായിരുന്നു. അതാണ് സർക്കാർ ഹൈക്കോടതി ചോദിച്ചത്. ഇത്രയും വലിയൊരു പ്രതിഷേധം അറിയാനുള്ള രഹസ്യാന്വേഷണ സംവിധാനമൊന്നും ഈ സർക്കാരിനില്ലേ എന്നുള്ളതാണ്. ആ പ്രതിഷേധം എന്നുള്ളത് സ്വാഭാവികമായ പ്രതിഷേധമാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ഒരു അക്രമികൾ എന്ന രൂപത്തിലാണ് കാണുന്നത്. അത്രയ്ക്കും രോഷമാണ് ആ ആശുപത്രിക്ക് മുന്നിലേക്ക് കണ്ടത്. കാരണം ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമായിരുന്നു. പെൺകുട്ടി സ്പെക്സ് ഉപയോഗിച്ചിരുന്ന പെൺകുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണടയുടെ ചില്ലുകൾ 2 കണ്ണിലും തറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ആ രൂപത്തിൽ അവരെ അവിടെ കണ്ടിട്ട് അതൊരു ആത്മഹത്യയാണ് എന്ന രൂപത്തിൽ റിപ്പോർട്ട് നൽകണമെങ്കിൽ ആ ആശുപത്രി സംവിധാനത്തിനും അതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ പങ്കുള്ളവരെ അറിയാം. അവരെ സംരക്ഷിക്കാനുള്ള ഒരു രീതിയിലേക്ക് അവർ പോയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തൃണമൂൽ കോൺഗ്രസിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ കാര്യങ്ങളടക്കം ഇപ്പോൾ മമതയുടെ തുടക്കത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വീഴ്ചയിൽ അതിൻ്റെ ഒരു പങ്കുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ CBI അന്വേഷണം നടക്കുമ്പോൾ CBI എങ്ങനെ അന്വേഷിക്കണം, CBI അതിൽ കൃത്യമായി മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നൊക്കെ മുഖ്യമന്ത്രി ഈ തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങി പറയേണ്ട ഒരു കാര്യമല്ല. സ്വാഭാവികമാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി അടക്കം മുഴുവൻ പാർട്ടികളും മമതയ്ക്കെതിരെ വന്നിട്ടുണ്ട്, രംഗപ്രവേശനം നടന്നിട്ടുണ്ട്, പ്രതികരണവും നടത്തിയിട്ടുണ്ട്. BJP സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ അത് ഉപയോഗിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. BJPയുടെ പ്രതിഷേധം ഇന്നിപ്പോൾ വനിതാ BJP പ്രവർത്തകർ ഇന്ന് അർദ്ധരാത്രിയോടെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ വലിയ പ്രതിഷേധമായി ഉയരുന്നു. രാജ്യവ്യാപകമായ വലിയ പ്രതിഷേധമായി ഇത് മാറിയിരിക്കുന്നു. മുഴുവൻ പ്രതികളെയും കൂട്ടബലാത്സംഗമാണ് എന്ന് ഉള്ള തെളിവുകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ, കുടുംബം തന്നെ ആ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആ തരത്തിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഒരു പ്രതി, ആ പ്രതി എങ്ങനെയാണ് അവിടെ ആശുപത്രിയിൽ സ്വതന്ത്രമായി വിഹരിച്ചത്, അയാൾ എങ്ങനെയാണ് പോലീസിൻ്റെ വാഹനം ഉപയോഗിച്ച് സ്വതന്ത്രമായി സഞ്ചരിച്ചത്, അയാൾക്ക് പെട്രോൾ ഉപയോഗിക്കുന്നതിന് പോലും ഇളവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അയാൾക്ക് സാധ്യമാകുന്നത് എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രിമിനലുകളെയാണോ അവിടെ വളർത്തുന്നത്? പൊതുവെ അക്രമ സംഭവങ്ങൾ വലിയ തോതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് പശ്ചിമ ബംഗാൾ. അത് അതിക്രൂരമായ അക്രമ സംഭവങ്ങൾ തന്നെ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ മമതയുടെ 3 ടേമിലും അതിനൊരു തുടർച്ചയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, അവിടെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം വനിതകളെ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിപ്പിച്ച പാർട്ടി സ്ത്രീകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം ഉയരുമ്പോൾ മമത പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. ഒടുവിൽ ഈ പെൺകുട്ടി ഡയറി കുറിപ്പിൽ എഴുതിയത് എന്താണെന്നറിയാമോ? അച്ഛനത് പറഞ്ഞു, എനിക്കൊരു ഗോൾഡ് മെഡൽ നേടണം എന്നാണ് ഈ പെൺകുട്ടി ഡയറി കുറിപ്പിൽ എഴുതിയത്. അത് ഓർത്ത് അച്ഛൻ വിതുമ്പുകയാണ്. നമുക്ക് ഉത്തരവില്ല, സർക്കാരിനും ഉത്തരമില്ല, ആ അച്ഛന് മറുപടിയില്ല എന്നുള്ളതാണ്. എന്നാലും അച്ഛനെടുത്ത ധീരമായൊരു സ്റ്റെപ്പുണ്ട്. നഷ്ടപരിഹാരം എനിക്ക് വേണ്ട, അതെൻ്റെ മകളോട് ചെയ്യുന്ന അനാദരവായിരിക്കും. അവളത് ഓർത്ത് ദുഃഖിക്കും. അവൾക്ക് വേണ്ടത് നീതിയാണ്. Meet the editors.